സുശക്തമായ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ആദ്യ രണ്ട് സർക്കാരുകളുടെയും പ്രത്യേകത. മന്ത്രിമാർക്ക് മേൽ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മന്ത്രാലയങ്ങൾക്ക് മേൽ PMOയുടെ റിമോട്ട് കൺട്രോൾ ഭരണമായിരുന്നു. ഘടകകക്ഷികളുടെ മന്ത്രിമാർക്ക് വലിയ പങ്കൊന്നും തന്നെ ഭരണത്തിലില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അത്രത്തോളം സർക്കാരിൽ പിടിമുറുക്കിയിരുന്നു BJPയും നരേന്ദ്രമോദിയും. എന്നാൽ 240 സീറ്റുമായി ഏറ്റവും വലിയ പാർട്ടി മാത്രമായി BJP ഇപ്പോൾ ഒതുങ്ങി. ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയുടെ ബലത്തിലാണ് മൂന്നാം മോദി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. ചിരാഗ് പാസ്വാന്റെ പാർട്ടി അടക്കമുള്ള ചെറുകക്ഷികളുടെ പിന്തുണയും ആവശ്യമാണ്. ഇവരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് കഴിയില്ല. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന പല വിവാദ വിഷയങ്ങളും പാസാക്കിയെടുക്കാൻ മൃഗീയ ഭൂരിപക്ഷം വെച്ച് BJPക്ക് നേരത്തെ 2 സർക്കാരുകളിലും കഴിഞ്ഞിരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി, മുത്തലാഖ് നിരോധനം ഇവയിൽ ചില ഉദാഹരണങ്ങൾ മാത്രം. വീണ്ടും അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഏകീകൃത സിവിൽ കോഡ്, ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയെല്ലാം തന്നെ പാസാക്കിയെടുക്കൽ ഇനി എളുപ്പമായിരിക്കില്ല. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും വിലപേശലിൽ മിടുക്കരാണ്. വിവാദ വിഷയങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അതിനുള്ള വില ചോദിച്ചു വാങ്ങാൻ മിടുക്കരുമാണ്. കണ്ണടച്ച് തുറക്കും മുമ്പ് മുന്നണി മാറാനും ഒരു മടിയും കാണിക്കാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പുള്ള സർക്കാരാണ് വരാൻ പോകുന്ന മൂന്നാം മോദി സർക്കാർ എന്ന് പറയാനും പറ്റില്ല. BJPയുടെയും നേതാക്കളുടെയും അഹങ്കാരത്തിന് കടിഞ്ഞാണിടാനും കുറഞ്ഞ സീറ്റുകൾ സഹായിക്കുമെന്ന് മറ്റ് കക്ഷികൾ പ്രതീക്ഷിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.